ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗോ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മളൊരു ലോഗോ നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ നിർമ്മിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അതായത് നമ്മുടെ പിക്സലാബാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിരുന്നു നമ്മുടെ തമ്പനെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ലോഗോ ആണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഒന്നും കൂടി പറയാം. അതായത് ആദ്യം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തു, ശേഷം നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, ശേഷം തമ്പനെയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗോയാണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോയാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ഓപ്പണായി വരുമ്പോൾ, അതായത് പിക്സലാബിൽ ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. ശേഷം ഇവിടെ ഞാൻ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ന്യൂ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നില്ല. ശേഷം അതിന് പകരം ഞാൻ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ FT എന്ന് അടിക്കാൻ പോവുകയാണ്, അതായത് ഫാൽക്കൺ ടെക്കി. അപ്പോൾ FT എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ F മാത്രമാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ടൈപ്പായി വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ വലുതാക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കാണാം, ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ A എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം, ഇവിടെ ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്കിതിൻ്റെ സൈസ്, അതായത് സൈസും അതേപോലെ ഇതിൻ്റെ കളറും എല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ ഫോണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മൈ ഫോണ്ട് എന്ന ഭാഗത്ത് ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം, നല്ലൊരു ഫോണ്ട് വന്നിട്ടുണ്ട്. ശേഷം അതവിടെ വെച്ചു. ശേഷം നമുക്ക് വീണ്ടും ചെയ്യാനുള്ളത്, അതായത് ഇതിൻ്റെ കളർ നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഏറ്റവും അവസാനത്തെ വരി താഴെ ഇഞ്ഞ് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ കാണാം, ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് പോയിട്ടുണ്ട്. ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ ലെയർ, അതായത് അതിൻ്റെ ഔട്ട്ഡ്രോ മാത്രം വരാൻ വേണ്ടി നമ്മളിവിടെ സ്ട്രോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം എനേബിൾ കൊടുത്തു. ഇവിടെ ഞാൻ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വേണമെങ്കിൽ വൈറ്റ് കളർ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബ്ലൂ വേണ്ട, നമുക്ക് വൈറ്റ് തന്നെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വൈറ്റ് കളർ ക്ലിക്ക് ചെയ്തു. ശേഷം നമ്മുടെ ആദ്യത്തെ ലെറ്ററിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം ഇതിൽ ഫൈനൽ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ലെറ്റർ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം നമ്മൾ രണ്ടാമത്തെ ലെറ്റർ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യുകയാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്തു, ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഫാൽക്കൺ ടെക്കി എന്നായതുകൊണ്ട് T കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ T എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഓക്കെ അടിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആയിപ്പോയി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ T ആഡ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ T ഇവിടെ വന്നിരിക്കുകയാണ്. ശേഷം ഞാൻ ഇവിടെ അതിൻ്റെ സൈസ് വലുതാക്കുകയാണ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണ്ട് എന്നൊരു ഓപ്ഷൻ. അതിൽ മൈ ഫോണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ എൻ്റെ ഈ ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ശേഷം അതിൻ്റെ ഏകദേശം അതിൻ്റെ കറക്റ്റ് സൈസ് ആക്കി എടുക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് സൈസൊക്കെ ആക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഒരു സൈസ് ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ശേഷം ഞാൻ ഇവിടെ ഈ ഒരു സൈഡിൽ കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ കറക്റ്റായിട്ട് വെക്കാൻ പോകുന്നത്. അതായത് Fൻ്റെ രണ്ടാമത്തെ വരിയും അതായത് Tയുടെ ടോപ്പും കൂടി യോജിച്ച് ചേരുന്ന രീതിയിലാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ശേഷം Tയിൽ വീണ്ടും പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കതിൻ്റെ കളർ എടുത്ത് കളയണം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആക്കാൻ പോവുകയാണ്. അതിലായി കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്പെറൻറ്റ് കളർ കൊടുത്തു. ശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. താഴേക്ക് വന്ന് വീണ്ടും സ്ട്രോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനേബിൾ കൊടുത്തു. നമുക്ക് ബ്ലാക്ക് ആണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമുക്ക് വൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ വൈറ്റ് ആഡ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചാക്കണം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അതായത് നമുക്ക് ഇവിടെ ലെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലെയറിൽ ക്ലിക്ക് ചെയ്തു. ശേഷം നമുക്ക് ഇവിടെ കാണാം TF. അപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് രണ്ടും ടിക്ക് ചെയ്യുക. ശേഷം ഇവിടെ രണ്ടും കൂടി മെർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറ്റ ഫയലാവും. അപ്പോൾ നിങ്ങൾ കാണാം ഒറ്റ വലിപ്പത്തിലായിട്ടുണ്ട്. ശേഷം വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്തു. അത് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെൻട്രൽ കൊണ്ടുവരാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പൊസിഷൻ ഇപ്പോൾ സെൻറ്റർ കൊടുത്തു.
ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. 1:1 ആണ് ഇതിൻ്റെ സൈസ്. ഇമേജ് സൈസ് നിങ്ങൾക്ക് കാണാം 1280 × 1280 1:1 ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, ശേഷം ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഷാഡോ ആണ്. ഷാഡോ എനേബിൾ ചെയ്തു. പക്ഷേ ഇവിടെ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. നമുക്കിവിടെ ബ്ലൂ ആക്കി കൊടുക്കാം. എനിക്കൊരു ബ്ലൂ ഷെയ്ഡാണ് ഇഷ്ടമായത്. അപ്പോൾ ബ്ലൂ തന്നെ കൊടുക്കുകയാണ്. ലൈറ്റ് ബ്ലൂ കൊടുത്തു. ഓക്കെ, അത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ റേഡിയസ് ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ അത്ര നല്ല രീതിയിലാവില്ല. അത് സൈഡിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് 0 ആക്കാം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നർ ഷാഡോ അതും കൂടി കൊടുക്കാം. എനേബിൾ ചെയ്തു. ഇപ്പോൾ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അത് നമുക്കൊന്ന് ബ്ലൂ ആക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്നർ ഷാഡോയും വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതും വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം സെറ്റായി വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ചെറിയൊരു എറർ വന്നു. അപ്പോൾ കറക്റ്റ് ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി കളർ കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കളർ ബ്രൈറ്റായിട്ട് കിട്ടി. ശേഷം ഇവിടെ ഇമേജ് എന്ന ഭാഗമുണ്ട്. അതായത് ഈ 4ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് എന്ന ഒരു ഭാഗം വരും. അതിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം ഒരുപാടധികം ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇതും നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം നമ്മുടെ 99% പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലോഗോ മേക്കിങ്ങിൻ്റെ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പോൾ ഇത് സെൻട്രൽ പൊസിഷൻ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് സെൻട്രലാണോ എന്ന് നോക്കാം. കറക്റ്റ് സെൻട്രൽ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് വെക്കാൻ കഴിയും. അതിനായിട്ട് വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ടെക്സ്റ്റൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫാൽക്കൺ ടെക്കി. ഓക്കെ, ഫാൽക്കൺ ടെക്കി എന്ന് ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒറ്റ ലൈനാക്കണം. ശേഷം ഞാൻ ഇവിടെ അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റണം. അപ്പോൾ കറക്റ്റ് ഈ ഫോണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നില്ല. വേറൊരു ഫോണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശേഷം നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെയുള്ള ഒരു ഫോണ്ട് തന്നെ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ശേഷം അത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒന്ന് മാറ്റണം. അപ്പോൾ അതിനായിട്ട് കളറിൽ പോവുകയാണ്. ശേഷം ബ്ലൂ തന്നെ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ ചെയ്യാൻ പോകുന്നത് താഴേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ഷാഡോ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലൂ തന്നെ എനേബിൾ ചെയ്തതിന് ശേഷം ഷാഡോ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇന്നർ ഷാഡോയും കൂടി കൊടുക്കാം. ഇന്നർ ഷാഡോ കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആണ് കിടന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ബ്ലൂ തന്നെ ആക്കി. അപ്പോൾ അതിൻ്റെയും വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോഗോ നിർമ്മിക്കുന്നത്. ശേഷം നമുക്കിത് സേവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്കിവിടെ ക്വാളിറ്റി നമുക്ക് അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിക്ക് വേണ്ടി അൾട്ര എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് ടു ഗാലറി കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ സേവ് ആയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷാഡോ അതായത് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ഷാഡോ കൊടുത്ത് നമ്മൾ ചെയ്തതാണ്. സൂം ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ പിന്നൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ മുഖം കാണിച്ച് വീഡിയോസ് ചെയ്യാത്തവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇങ്ങനെ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കാതെ നിങ്ങളുടെ ഇതേപോലെ ടെക്സ്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ലോഗോ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.